നമസ്കാരം. കുഞ്ഞിന് ഹൈ ഫീവറാണ്. ഹൈ ഫീവർ വന്നാൽ എന്താ പ്രശ്നം എന്നുള്ളൊരു പോയിന്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എറൗണ്ട് 37°C അല്ലെങ്കിൽ 98.6°F. നമ്മൾ 2 യൂണിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സെൽഷ്യസ് എന്ന് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്ന്. നമ്മുടെ ബോഡിയുടെ തെർമോ റെഗുലേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനകത്തുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ഒരു നോർമൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ് ടു 99°. ഒരു നോർമൽ റേഞ്ചിൽ നമ്മൾ കാണാറുള്ളൊരു ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിക്കകത്തൊരു ബാക്ടീരിയ വൈറസോ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പനി വരുമെന്നുള്ള അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, പൈറോജൻസ്, ഈ ബാക്ടീരിയയുടെ പുറത്തുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്കകത്ത് പനി ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ബാക്ടീരിയ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മുടെ ബോഡിക്കകത്തൊരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് കയറിപ്പോയി, അപ്പോൾ നമ്മുടെ ബോഡിയെ തിരിച്ചറിയുന്നു, ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ സൈറ്റോകൈൻസ് എന്ന് പറയും. പൈറോജൻസ് വന്നു, സൈറ്റോകൈൻസ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ സെറ്റ് പോയിൻറ്റ്സ്, നമ്മുടെ 98.6 വെച്ചേക്കുന്ന ടെമ്പറേച്ചറിൻ്റെ സെറ്റ് പോയിൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ഹൈ ആക്കി വെക്കുന്നു. അപ്പോൾ ഈ സെറ്റ് പോയിൻ്റ് ഒന്ന് ഹൈ ആക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വേഗം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കുളിരൊക്കെ തുടങ്ങും. കുളിര് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ടുള്ളയും കാലിലോട്ടുള്ളയും ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും. ബോഡിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ പതുക്കെ കൂടാൻ തുടങ്ങും. അപ്പോൾ ചില സമയത്ത് നമുക്ക് കുളിരും വിറയലും ഒക്കെ. ഇതുകൊണ്ടാണ് നമുക്ക് പനി വരുമ്പോഴത്തേക്ക് നല്ല കുളിര് വിറയൽ, കൈയും കാലും ഒക്കെ തണുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ, ബോഡിയുടെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ മാക്സിമം കൂട്ടാൻ നോക്കും. കയ്യിലെയും കാലിലെയും ഒക്കെ ടെമ്പറേച്ചർ ബോഡി ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളൊരു റെസ്പോൺസാണ് നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് വരുന്നത്. പനി കുറയുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറച്ചൊരു ചൂടൊക്കെ തോന്നി തുടങ്ങും, ശരീരം വിയർക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് പനി കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. പലപ്പോഴും പാരൻസ് 98°F ഉണ്ട്, കുട്ടിക്ക് ഭയങ്കര പനിയാണെന്ന് പറഞ്ഞ് വറീഡായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ നോർമൽ, മൈൽഡ് ഫീവർ, ഹൈ ഗ്രേഡ് ഫീവർ എന്ന് പറഞ്ഞിട്ട് പനിയെ ഇങ്ങനെ പല ഗ്രേഡായിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ ഹൈ ഗ്രേഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നോർമൽ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ 98.6 എന്ന് പറഞ്ഞു. അപ്പോൾ 98.6 ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 100-ന് അടുത്തോട്ടുള്ളൊരു നമ്പർ എത്തുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും വറീഡ് ആവാറുണ്ട്. അപ്പോൾ 100.4°F മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ ഈ മൈൽഡ് ഫീവർ എന്ന് പോലും പറയാം. ഇങ്ങനൊരു മോഡറേറ്റ് ഫീവർ, കാര്യമായിട്ടുള്ളൊരു പനിയൊക്കെ തുടങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നത് 101 to 103°F വരെയുള്ള ഒരു ലെവലിലെത്തുമ്പോഴത്തേക്കാണ്. 104-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് ഹൈ ഗ്രേഡ് ഫീവർ എന്നും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാല്യൂസിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മൈൽഡ് മോഡറേറ്റ് പനിക്ക് നമുക്ക് പാരസെറ്റമോൾ കൊടുത്ത് തന്നെ വീട്ടിൽ വെച്ച് പനി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഹൈ ഗ്രേഡ് ഫീവറിന് ആ സമയത്ത് നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു സിവിയർ ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള പനികളുടെയൊക്കെ തുടക്കമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ഒരു വൈറൽ ഫീവറിന് ചിലപ്പം ഹൈ ഗ്രേഡ് ഫീവറൊക്കെ ടെമ്പറേച്ചർ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പാരസെറ്റമോൾ വീട്ടിൽ വെച്ച് കൊടുത്ത് നോക്കുന്നു. പാരസെറ്റമോൾ കൊടുത്തിട്ടും കുട്ടിയുടെ പനി കൺട്രോൾ ആവുന്നില്ല, 103-104° തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ ഡോക്ടറെ ഒന്ന് കാണിച്ചൊരു ചെക്കപ്പ് ചെയ്ത് നോക്കാം, നല്ലത് തന്നെയാണ്. കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒന്നും സംഭവിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരീരത്തിനുള്ളിൽ നടക്കും.